ാണ് ഇത്തരമൊരു ദുരന്ത വാർത്ത, ദാരുണമായ ഒരു സംഭവം ഈ കുടുംബത്തെ തേടി, ഈ നാട്ടുകാരെ ഒന്നാകെ തേടിയെത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്ന് മാത്രമല്ല, നാളുകളായിട്ട് ഈ നാട്ടിൽ തന്നെ പ്രൈവറ്റ് ബസ് ഓടിച്ചു, ആ പ്രൈവറ്റ് ബസ് ഡ്രൈവറായിട്ടും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിദേശത്തേക്ക് പോകുന്നത്. ഷമീറിന്റെ നാട്ടുകാരനായ നജീബ് ഈ അപകടം നടന്ന കമ്പനിയിലെ, അല്ലെങ്കിൽ ആ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ തന്നെ ജോലി ചെയ്യുന്ന നജീബിന്റെ കെയർ ഓഫിലാണ് ഷമീറും ഗൾഫിലേക്ക് പോകുന്നത്. ഈ അപകടത്തിൽ നജീബിനും സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ആംബുലൻസ് വരികയാണ്. വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പോലീസ് അകമ്പടിയിൽ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുപരിസരത്തേക്ക് ആ ആംബുലൻസ് എത്തുന്ന കാഴ്ചയാണ്. നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന്, അന്ത്യയാത്രാമൊഴി ചൊല്ലുന്നതിന് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയക്കാർ, നാട്ടുകാർ, രാഷ്ട്രീയ നേതൃത്വം, ഷമീറിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഉൾപ്പെടെ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വയ്യാങ്കര, കൊല്ലം, ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് വയ്യാങ്കര. അതുകൊണ്ട് തന്നെ 2 ജില്ലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് ഇതിനോടകം എത്തിയിട്ടുണ്ട്. ആംബുലൻസ് നോർക്ക സജ്ജീകരിച്ച ആ ആംബുലൻസിലാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസാണ് ഇപ്പോൾ ഷമീറിന്റെ വീട്ടുനടയിലെത്തിയിരിക്കുന്നത്. 9 മാസം മുമ്പ് കുടുംബത്തോട് യാത്ര ചൊല്ലി, കുടുംബത്തോട് യാത്ര പറഞ്ഞ് അവർക്ക് ചുടുചുംബനമൊക്കെ നൽകി ഒരു കാറിൽ യാത്രയായ ഷമീർ ഇപ്പോൾ കുടുംബക്കാർക്ക് കണ്ണുനീർ പകർന്ന്, നാട്ടുകാർക്ക് കണ്ണുനീർ പകർന്ന് അവസാനമായി നാട്ടിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ വീടെന്ന സ്വപ്നവുമായൊക്കെ നാട്ടിലേക്ക് വന്നിറങ്ങേണ്ട, ഒരു പറ്റം സ്വപ്നങ്ങളുമേന്തി നാട്ടിലേക്ക് വന്നിറങ്ങേണ്ട ഷമീറാണ് ആ സ്വപ്നങ്ങൾക്ക് മേൽ, ആ സ്വപ്നങ്ങളൊക്കെ തല്ലിക്കെടുത്തി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി കടന്നു പോകുന്ന അവസാന യാത്രയ്ക്ക് തയ്യാറെടുത്ത് ഇവിടേക്ക് വന്നിറങ്ങുന്നത് എന്നുള്ളതാണ്. നാട്ടുകാരെ സംബന്ധിച്ച്, വീട്ടുകാരെ സംബന്ധിച്ച്, സുഹൃത്തുക്കളെ സംബന്ധിച്ച്, കൂട്ടുകാരെ സംബന്ധിച്ച്, എല്ലാവരെ സംബന്ധിച്ചും നെഞ്ചു വിലയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. മൃതദേഹം പുറത്തേക്കെടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർ ഒരുക്കുന്നത്. വലിയ തരത്തിലുള്ള തിരക്കുണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. അവരെല്ലാവരും ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനും ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തേക്കെടുക്കുകയാണ്. ഷമീറിന്റെ മൃതദേഹം പ്രാർത്ഥന നിർഭരമായി, ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ട് അവർ പ്രാർത്ഥനാ നിർഭരമായ മതപരമായ ചടങ്ങുകളോടുകൂടി ഷമീറിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പള്ളിയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് കുളിപ്പിച്ച് കഫൻ പുടവയൊക്കെ പുതച്ച് പച്ചപ്പട്ട് മൂടി ഷമീറിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടുവളപ്പിലേക്ക് കൊണ്ടുവരികയാണ്. മൃതദേഹം ആദ്യം വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. മാതാപിതാക്കൾ, ഭാര്യ, അനുജൻ, അങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ, അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള കുടുംബക്കാർക്ക് ആദ്യം ഷമീറിനെ ഒരു നോക്ക് കാണാൻ അവസരം നൽകും. അതിനുശേഷമായിരിക്കും മറ്റുള്ളവർക്ക് കാണാനായി പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ മൃതദേഹം വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. കൊല്ലം വയ്യാങ്കരയിലെ ഷമീർ, കുവൈറ്റിൽ തീപിടുത്തത്തിൽ ആദ്യം സ്ഥിരീകരിക്കപ്പെട്ട മലയാളിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ട ആദ്യ മലയാളി ഷമീറാണ്. ഒരു മലയാളി ഉണ്ടെന്ന വാർത്ത വന്നപ്പോൾ തന്നെ കേരളത്തിന്റെ നെഞ്ചു പിടഞ്ഞതാണ്. കൊല്ലം സ്വദേശി എന്ന് കേട്ടപ്പോൾ തന്നെ കൊല്ലത്തൊന്നാകെ ആശങ്ക പടരുന്ന ഒരു സാഹചര്യം. അത് വയ്യാങ്കരയിലാണ് ആ ദുരന്ത വാർത്ത, അല്ലെങ്കിൽ കുവൈത്തിൽ ഉണ്ടായ തീപിടുത്തം അത് പടർന്നത് വയ്യാങ്കരയിലേക്കാണ് എന്നുള്ള വാർത്ത കൂടി വന്നപ്പോൾ നാടൊന്നാകെ കണ്ണീരിലാഴുന്നൊരു കാഴ്ച. ഇപ്പോൾ വീടിനുള്ളിലേക്ക് ഷമീറിന്റെ മൃതദേഹം പോവുകയാണ്. ബന്ധുക്കൾക്ക് ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, പിതാവുണ്ട്, അനുജനുണ്ട്, അങ്ങനെ അടുത്ത ബന്ധുക്കളുണ്ട്. അവർക്കൊരു നോക്ക് കാണാനായി ആദ്യം അവസരമൊരുക്കുന്നു. അതിനുശേഷമായിരിക്കും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കുക.